ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ പോക്കോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോയുടെ കാര്യത്തിൽ പോക്കോ C61 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷൻ ആണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിന്റെ ഹീലിയോ G36 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 8 മെഗാ പിക്സലിലെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. 6000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം പോക്കോയുടെ ഭാഗത്ത് നിന്ന് 8000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ നമുക്ക് 5G ഫോണുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 6100+ എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 5G സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 5000 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. പിന്നെ സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. 9500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ നിന്ന് ചെറിയ അപ്ഗ്രേഡ്സുമായിട്ട് പോക്കോ M6 Plus 5G എന്ന സ്മാർട്ട് ഫോണും 11500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 11500 രൂപ പ്രൈസ് റേഞ്ചിൽ അതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പോക്കോയുടെ ഭാഗത്ത് നിന്ന് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ AMOLED ഡിസ്പ്ലേയും 5G സപ്പോർട്ടൊക്കെ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ 13000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 6080 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് ഇതിൽ വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. 13000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതിൽ മീഡിയാടെക്കിന്റെ പ്രോസസ്സറാണ് വരുന്നത്. നിങ്ങൾക്ക് പോക്കോയുടെ ഭാഗത്ത് നിന്ന് സ്നാപ്ഡ്രാഗണിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ പോക്കോ X5 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. ഇത് കുറച്ച് പഴയ ഫോണാണ്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ ഫോൺ മതി എന്നുണ്ടെങ്കിൽ പോക്കോ X6 Neo 5G എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും പോക്കോ X5 5Gയിൽ ഇത് സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 695 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 48+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ 108 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. 13500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 18500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് 12-bit ഡിസ്പ്ലേക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി വിഷന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയൊക്കെയാണ് വരുന്നത്. 5200 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 18500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 22000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ X6 Pro 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 25000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ F6 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് 6.7 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്.
120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 12-bit ഡിസ്പ്ലേയും ഡോൾബി വിഷൻ്റെ സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 20 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇത്. ഈ ഒരു ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് പോക്കോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തെ ഇന്ത്യയിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.